നമസ്കാരം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി കൂടിയിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, പുറത്തു വരുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിനെ തിരുത്താൻ തയ്യാറായി വന്നിരിക്കുന്നു. അവർ നേരെ ചൊവ്വല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അവർക്ക് അവധാനത കുറവാണ് എന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി കൂടി കണ്ടെത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ കേന്ദ്ര കമ്മിറ്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും കേരളത്തിൽ ഗവർണർക്കെതിരെ ഇത്രയും വലിയ മോശത്തരം അവിടെ ഗവർണർ കാട്ടിക്കൂട്ടുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന തരത്തിലല്ലാതെ അതിനെ എതിർത്തുകൊണ്ടുള്ള വാക്കുകളൊന്നും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ കേരളത്തിൽ പല കാര്യങ്ങളും അവരവിടെ ചർച്ച ചെയ്തു. അപ്പോൾ അവര് പൊതുവ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അവർ കാണുന്നത് കേരള രാഷ്ട്രീയം എങ്ങനെയാണ്, കേരള രാഷ്ട്രീയത്തിൽ എന്താണ് ഇടപെടുന്നത്, അവിടെ BJP എങ്ങനെ ഇടപെടുന്നു, അവിടെ എങ്ങനെ കോൺഗ്രസ് ഇടപെടുന്നു എന്ന് കണക്കാക്കിയിട്ടാണ് അവർ കോൺഗ്രസിനെയും BJP-യെയും വിലയിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം CPM എന്ന പാർട്ടിക്ക് ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ വിലയിരുത്താനും ചർച്ച ചെയ്യാനും കഴിയുന്നില്ല. പകരം കേരളത്തിലെ പാർട്ടിയിലും കേരളത്തിലെ സംവിധാനങ്ങളും മാത്രം വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും കേരളത്തിന് എങ്ങനെയാണ്, കേരളം എങ്ങനെ നിലനിർത്തണം, അതിനനുസരിച്ച് ദേശീയ നയം രൂപീകരിക്കുക എന്ന രീതിയാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കോൺഗ്രസിന് അവധാനത പോരാ എന്ന് പറഞ്ഞ് കളിയാക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്, കുറ്റം പറയാൻ അവർ കേന്ദ്ര കമ്മിറ്റി കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എനിക്കൊരു ചെറിയ കഥയല്ല, ഒരു സംഭവമാണ് ഞാൻ കണ്ടതാണ്. റോഡ് ഞാൻ വരുമ്പോൾ ഒരു വലിയൊരു ട്രക്ക് റോഡ് ഇങ്ങനെ വരണം. ഒരുപാട് ഭാരങ്ങളുമായിട്ട് വലിയൊരു ട്രക്കാണ് റോഡേ വരുന്നത്. അപ്പോഴേക്കും ഒരു ചെറിയ മോപ്പഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു 2 വീലറാണ്. പക്ഷേ ചെറിയൊരു മോപ്പഡ് ഉണ്ട്, മൂളിക്കൊണ്ടുവരുന്ന ഒരു മോപ്പഡ് എന്നുള്ള വാഹനമുണ്ട്, 2 വീലറാണ്. മോപ്പഡുകാരൻ എതിർ ദിശയിൽ കൂടി വന്നിഞ്ഞ് കയറി. അപ്പോഴേക്കും ഈ ലോറി ചവിട്ടിയങ്ങ് നിർത്തി, പെട്ടെന്ന് അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഈ മോപ്പട്ടുകാരൻ ചവിട്ടി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തുറിച്ചു നോക്കിയാണ് ഈ ട്രക്ക് ഡ്രൈവറെ. എടുത്തു മാറ്റടാ, ഞാൻ വരുന്ന വഴിയിലാണോ നിന്റെ ട്രക്ക് കൊണ്ടുവരുന്നത്, എടുത്തു മാറ്റടാ എന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ട്രക്കുകാരൻ അവിടെ മിണ്ടാതെ ഒരു ഊരി ചിരിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇല്ല, ഈ ട്രക്ക് എടുത്ത് മാറ്റണോ അതോ ഇത്രയുള്ള ഈ മോപ്പഡ് അതിൻ്റെ അറ്റത്തൂടെ പോകാനുള്ള സ്ഥലമുണ്ട് അവന്. പക്ഷേ അവൻ്റെ ആത്മാഭിമാനത്തിന് അവൻ്റെ ഇതുണ്ടല്ലോ, ദുരഭിമാനം വന്ന് കയറിപ്പോയില്ലേ, ഇനി ജനങ്ങൾ കാണക്കെ ഞാൻ തോറ്റുപോയി എന്ന് കാണണമല്ലോ. അത് അപ്പോൾ ഒരറ്റത്തൂടെ, ട്രക്കിൻ്റെ ഒരറ്റത്തൂടെ ഞാൻ എടുത്തുകൊണ്ട് പോയി ഞാൻ തോറ്റുപോയെന്ന് ജനങ്ങൾ വിലയിരുത്തി. കാരണം അവിടെ റോഡിലെ ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ. പക്ഷേ ഇവൻ അവിടെ നിന്ന് അത്യാവശ്യം അസഭ്യങ്ങൾ പറയുകയും ഡ്രൈവറെ വഴക്ക് പറയുകയും ചെയ്തപ്പോൾ ജനങ്ങൾ ഇടപെട്ടു. ജനങ്ങളോട്ട് പറഞ്ഞ് എടുത്തോണ്ട് പോടാ, മറ്റേ അതെ ആ ഭാഷയിൽ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആൾക്കാർ കയറിയോടും. നീ ഇത്ര ഒരു മോപ്പണ്ടും കൊണ്ടുവന്നിട്ട് നിനക്ക് സൂക്ഷിച്ചു വന്നുകൂടെടാ, ഇത് വലിയൊരു വാഹനമല്ലേ, അത് വളരെ സൂക്ഷിച്ചല്ലേ റോഡെ, അവർ ശരിയായ വഴി കൂടെ വന്നു, നീ തെറ്റായ വഴി കൂടെ വന്നിട്ട് നീ ഇപ്പോൾ അവനെ മര്യാദിപ്പിക്കാൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ ചീത്ത വിളിക്കുകയും ആൾക്കാർ എല്ലാവരും കൂടി വളഞ്ഞപ്പോൾ അവൻ നാണം കേട്ട് ഒരറ്റത്തൂടെ മോപ്പണ്ട് എടുത്തുകൊണ്ട് പോയ കാഴ്ച ഞാൻ കണ്ടുകൊണ്ടതാണ്. ഞാൻ ഈ കാഴ്ച എനിക്കിപ്പോൾ ഓർമ്മ വന്നത് CPM രാജ്യത്തെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തെറ്റുതിരുത്താൻ നിൽക്കുന്നു, അവർക്ക് അവധാനതയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഈ സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. കാരണം CPM-ന് ഈ ഒന്നുമില്ലെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്താണ്, അവർക്ക് പല സംസ്ഥാനങ്ങളിലും ഭരണം നഷ്ടപ്പെടുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ പലയിടത്തും അവർക്ക് ശക്തമായ സംഘടനയുണ്ട്, അവർ പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ഭരിക്കുന്നുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അവർക്ക് അവരുടെ നേതാവ് ഒരു കാൽനട യാത്ര നടത്തിയപ്പോൾ അവിടെ അവരെ പിന്നിൽ കൂടാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ പിറകെ നടക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഈ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നല്ല സംഘടനാ സ്വാധീനമുള്ള ഒരു സംഘടനയാണ് കോൺഗ്രസ് എന്നത് തർക്കമല്ല. അവര് BJP-യുടെ അതിശക്തമായ ഒരു തേർ ഉരുളക്കം നടന്നപ്പോൾ ഒന്ന് തോറ്റുപോയി എന്നതേ ഉള്ളൂ. നാളെ തിരിച്ചു വന്നുകൂടായികയില്ല, പോട്ടെ. പക്ഷെ എങ്കിൽ പോലും ഈ CPM എന്ന പാർട്ടി ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയുടെ ബ്ലിമ്പിൽ നിൽക്കുകയാണ്. ചില കാരുണ്യം കൊണ്ട്, വാജ്പേയിയുടെ കാരുണ്യം കൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ പാർട്ടി എന്ന സ്ഥാനം പോലും നഷ്ടമാകാതെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു CPM-ആണ് വന്നതെന്ന് പറയുന്നത്, നീ കോൺഗ്രസിനോട് നിലനിൽക്കൊന്നും അവധാനതയില്ലട എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഊറിച്ചിരിക്കാനല്ലേ തോന്നുന്നു. ഇവരുടെ ഒരു നേതാവ് ഒരു കാൽനട, ഈ യെച്ചൂരി എന്ന് പറയുന്ന ആള് ഒരു കാൽനട ജോഡോ പോലുള്ള ഇദ്ദേഹത്തിന്റെ ജോഡോ പോലെ, അതായത് രാഹുലിന്റെ ജോഡോ യാത്ര പോലെ ഒരു യാത്ര നടത്തുന്ന ഒരു ദേശീയ പാർട്ടിയാണല്ലോ. ഒരു യാത്ര കന്യാകുമാരി കാശ്മീർ നടത്തിയാൽ എവിടെയെല്ലാം എത്ര പേര് കൂടെ നടക്കാനുണ്ടാകുമെന്നത് അദ്ദേഹം തന്നെ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും.
ഓർക്കാൻ എന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞുപോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ. ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ, യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ. ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.